ഉള്ളിൽ ഈശോയാകുന്ന മൂലക്കല്ലിൽ പടുത്തുയർത്തപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുന്ന സമൂഹമാണ് തിരുസഭ. ആഗോള കത്തോലിക്ക സഭ, പ്രത്യേകമായി കേരള സഭ, ഇന്ന് പ്രക്ഷുബ്ധമായ ത്രിഇലക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആന്തരികവും ബാഹ്യവുമായ പ്രതിസന്ധികളാണ് സഭ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ബാഹ്യമായ പ്രതിസന്ധികൾ പ്രധാനമായി മാധ്യമങ്ങൾ വഴിയുള്ളതാണ്. ജനശ്രദ്ധ ആകർഷിക്കുന്ന വാർത്തകളിലൂടെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യാൻ കത്തോലിക്ക സഭയ്ക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും വാർത്തകൾ വളച്ചൊടിക്കുകയും ചെയ്യുന്നത് ഇന്ന് നിത്യ സംഭവങ്ങളാണ്. ഇവ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അനുദിനം വലിയ പ്രതിസന്ധിയായി മാറുന്നു. ക്രൈസ്തവ പൗരോഹിത്യം, സന്യാസം, വിശ്വാസ ദർശനങ്ങൾ, വിശുദ്ധ കുർബാന, ആത്മീയ ജീവിതങ്ങൾ എന്നിവയെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടും പരസ്യമായി അവഹേളിച്ചുകൊണ്ടുമുള്ള സിനിമകളും എഴുത്തുകളും ചർച്ചകളുമെല്ലാം ക്രൈസ്തവ സമൂഹത്തിന് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. സഭ നേരിടുന്ന പ്രധാന പ്രതിസന്ധി നിരീശ്വരവാദമാണ്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് അതിൽ അകപ്പെട്ടു പോയ ധാരാളം ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. സഭയെ തകർക്കാൻ സഭാ മക്കളെ തന്നെ ഉപയോഗിക്കുന്ന ഗൂഢ അജണ്ടയുടെ ഭാഗമാണിത്. സഭ എന്നും ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ കാരണം കൊണ്ടാണ് സഭയെ ലോകം എതിർക്കുന്നതും. വിരക ശക്തികളും മാധ്യമങ്ങളും ഒരുക്കുന്ന ഗൂഢ അജണ്ടകൾക്ക് പിന്നിലുള്ള ലാഭക്കൊതി തിരിച്ചറിഞ്ഞ് വിമർശനാത്മകമായി വാർത്തകളെ വിലയിരുത്തുന്നതിനുള്ള കാഴ്ചയും കേൾവിയുമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നിസ്സംഗതയുടെ ആഗോളീകരണമാണ് ആധുനിക ലോകത്തിന്റെ കൊടിയ പാപമെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. സമകാലിക സമൂഹത്തെ ക്രൈസ്തവ സഭ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉയരുന്ന ഭീഷണികളാണ്. ജീവൻ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഒരു മരണ സംസ്കാരം ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തെ സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് വാദിക്കുന്ന സിനിമകളും മറ്റ് വിനോദ പരിപാടികളും ഇരു കൈയും നീട്ടി ജനം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ സഭയ്ക്കകത്തു നിന്നും സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആരാധനക്രമത്തിലുള്ള അനൈക്യവും അധികാരത്തോടുള്ള വിധേയത്വമില്ലായ്മയും. എന്നാൽ ഇന്ന് സഭ നേരിടുന്ന ഈ പ്രതിസന്ധികൾക്ക് ഒരേ ഒരു പരിഹാരം സഭയും സഭാ മക്കളും സഭാ നേതൃത്വവും വിശദീകരിക്കപ്പെടണം എന്നതാണ്. ക്രിസ്തുവിന്റെ കാലം തൊട്ട് ഇന്ന് വരെ സഭാ പീഡനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും നടുവിലാണ് സഭ എന്നും വളർന്നു വന്നിട്ടുള്ളത്. കാരണം എവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം സഭ തഴച്ച് വളരുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തിരുസഭയാകുന്ന അമ്മയെ അഭിമാനപൂർവ്വം സ്നേഹിച്ചുകൊണ്ടും അവിടുത്തെ സുവിശേഷത്തിന് ധീരമായി സാക്ഷ്യം നൽകി യഥാർത്ഥ ക്രിസ്തു ശിഷ്യരെ തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ജയ് ക്രൈസ്റ്റ്. ഒരു നല്ല കയ്യടി തന്നെ നമ്മുടെ ജിനോക്ക് നമുക്ക് കൊടുക്കാം.